സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഹാർഡി-വെയിൻബെർഗ് പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. ഹാർഡി-വെയിൻബെർഗ് പ്രിൻസിപ്പിൾ. ഹാർഡി-വെയിൻബെർഗ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇഫ് വി ടേക്ക് വൺ പോപ്പുലേഷൻ, നമ്മളൊരു പോപ്പുലേഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പോപ്പുലേഷനിൽ ജീവിക്കുന്ന ഓർഗാനിസത്തിന്റെ ജീനിക് ഫ്രീക്വൻസി അല്ലെങ്കിൽ അലീലിക് ഫ്രീക്വൻസി അതെപ്പോഴും സ്റ്റേബിൾ ആയിട്ട് നിൽക്കും അൺടിൽ ആൻഡ് അൺലെസ് ഇറ്റ് അണ്ടർഗോ സം ഡിസ്റ്റർബൻസ്. അതായത് ഒരു പോപ്പുലേഷനിൽ ഒരു കൂട്ടം ഓർഗാനിസത്തിനെ എടുത്താൽ ആ ഓർഗാനിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കൺട്രോൾ ചെയ്യുന്ന ജീൻസ്, ആ ജീൻസിന്റെ ഓൾട്ടർനേറ്റീവ് ഫോംസ് ആയിട്ടുള്ള അലീൽസ് എപ്പോഴും അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. ദാറ്റ് ഈസ് യൂണിറ്റി എന്നാണ് ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയത്തിൽ പറയുന്നത്. അത് ചേഞ്ച് ആവണമെങ്കിൽ there should be some disturbance in that population. ആ പോപ്പുലേഷൻ എന്തെങ്കിലും കുറച്ച് ഡിസ്റ്റർബൻസ് വന്നാൽ മാത്രമാണ് ഈ പറയുന്ന ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയം ചേഞ്ച് ആവുള്ളൂ, അല്ലെങ്കിൽ ആ സ്റ്റെബിലിറ്റി ചേഞ്ച് ആവുള്ളൂ. ഇനി നമ്മൾ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിൽ നമ്മൾ പഠിച്ചു, see here the genes which is having alternate form, if we are considering a gene as if a gene, it will be having one dominant allele as well as it will be having a recessive allele അല്ലേ. അപ്പൊ നമ്മളിപ്പോ ഒരു ജീനിന്റെ ഫ്രീക്വൻസി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയം എങ്ങനെയാണ് നമ്മൾ ആൽജിബ്രായിക് ഫോമിലേക്ക് മാറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ഇക്വേഷൻ ഫോമിലേക്ക് നമ്മൾ അതിനെ ചേഞ്ച് ചെയ്യണം. സോ ഹിയർ ദ allele frequency of capital A if we are considering as P, the allele frequency of small a if we are considering as Q. See here, ഇങ്ങനത്തെ ഒരു ജനറ്റിക് കോമ്പോസിഷൻ ഉള്ള ഒരു ഓർഗാനിസത്തിലെ അല്ലെങ്കിൽ അലീലിക് ഫ്രീക്വൻസി ക്യാപിറ്റൽ എ സ്മോൾ എ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജീനിന് ഏതൊക്കെ തരത്തിലുള്ള കോമ്പിനേഷൻസ് ഉണ്ടാവാന്ന് ചോദിച്ചാൽ ഈ ഒരു ജീനിനെ കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ നോക്കിക്കേ, ക്യാപിറ്റൽ എ ഹോമോസൈഗസ് ഡോമിനന്റ് കണ്ടീഷൻ ഉണ്ടാവുക അല്ലെ. അപ്പോൾ ഒരു പോപ്പുലേഷനിൽ കുറെ ഓർഗാനിസത്തിന് എങ്ങനെയായിരിക്കും ഹോമോലോഗസ് ഡോമിനന്റ് അലീൽസ് ആയിരിക്കും ഒരു ജീനിനെ റെപ്രസെന്റ് ചെയ്തുണ്ടാവുക. കുറെ എണ്ണം എങ്ങനെയായിരിക്കും ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഉണ്ടാവും. ഹെട്രോസൈഗസ് ഇത് ഹോമോസൈഗസ് ഡോമിനന്റ് കണ്ടീഷൻ, അതേപോലെ കുറെ ഓർഗാനിസത്തിലെ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഉണ്ടാവും. അതേപോലെ കുറെ ഓർഗാനിസം ഹോമോസൈഗസ് റിസസീവ് കണ്ടീഷനിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നമ്മൾ ഓൾറെഡി എവിടെ പഠിച്ചതാണ്, ഇൻ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്. മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിൽ നമ്മൾ ഇത് പഠിച്ചപ്പോ ഈ ക്യാപിറ്റൽ എ പ്ലസ് it will be 2 capital A small a, ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. 1:2:1 എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ എന്ത് കണ്ടത്, ദ ജനറ്റിക് കോമ്പോസിഷൻ ഓഫ് എ മോണോഹൈബ്രിഡ് ക്രോസ്. മോണോഹൈബ്രിഡ് ക്രോസിന്റെ F2 ജനറേഷനിലെ ജനറ്റിക് കോമ്പോസിഷൻ എന്ന് പറയുന്നത് 1:2:1 ആണെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അതെങ്ങനെ വരുന്ന പറഞ്ഞത്, ഫസ്റ്റ് ഡോമിനന്റ് homozygous condition, then we can see the heterozygous condition 2 are there, then we can see the homozygous recessive condition. ഇനി നമ്മൾ ഇതിന്റെ അലീലിക് ഫ്രീക്വൻസി എഴുതാന്നിരിക്കട്ടെ, ഈ ക്യാപിറ്റൽ എത്ര പ്രാവശ്യം വരാം, p times it can come, right? ഈ ക്യാപിറ്റൽ എത്ര പ്രാവശ്യം വരാം, p times it can come. So a combination it will be coming as p, is it? 2p. Then 2 capital A it will come, the frequency of capital A it is p, and the frequency of small a it is q, and we can say this small a it will become q. So here I am going to write as p square plus 2pq plus q square, that is equal to 1. അതായത് അലീലിക് ഫ്രീക്വൻസി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പോപ്പുലേഷനിൽ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷന്റെ അലീലിക് ഫ്രീക്വൻസി എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും ആസ് ദ പോപ്പുലേഷൻ ഇസ് നോട്ട് അണ്ടർഗോയിങ് എനി ചേഞ്ചസ് നമ്മൾ പറഞ്ഞു. അപ്പൊ ചേഞ്ചസ് ഇല്ലാത്ത സ്ഥിതിക്ക് അലീലിക് ഫ്രീക്വൻസി എപ്പോഴും സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞാൽ സി ഹിയർ p സ്ക്വയർ പ്ലസ് 2pq പ്ലസ് q സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഇത് എന്തിന്റെ എക്സ്പാൻഷൻ ആണ്, p പ്ലസ് q ദ ഹോൾ സ്ക്വയർ. p plus q the whole square is equal to 1. ഇതാണ് ആൽജിബ്രായിക് റെപ്രസെന്റേഷൻ ഓഫ് ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയം. അപ്പൊ ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയത്തിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഹാർഡി-വെയിൻബെർഗ് പ്രിൻസിപ്പിളിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, വി ക്യാൻ സേ ഇൻ എ പോപ്പുലേഷൻ, ഒരു ഏരിയയിൽ കാണുന്ന ഒരു പോപ്പുലേഷനിൽ ആ ഓർഗാനിസത്തിന് ഒരു ചേഞ്ചും വരുന്നില്ല, അതൊരു സ്റ്റേബിൾ പോപ്പുലേഷൻ ആണ് എന്നുണ്ടെങ്കിൽ we can see the allele frequency of that particular population also will be stable and its sum total will be always 1. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. So here we can say by considering one gene, ആ ഒരു ജീൻ നമ്മൾ കൺസിഡർ ചെയ്ത A ജീൻ ആണ്. A ജീൻ
ചിലപ്പോൾ ഡോമിനന്റ് ആവാം, ചിലപ്പോൾ recessive ആവാം. അപ്പോൾ dominant and recessive condition, when we say in a population, we are saying there will be a combination of capital A, small a combination and small a combination. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ allele frequency as per Mendelian inheritance we know it will be capital A plus 2 capital A plus small a condition, and we are taking the allele frequency here as capital A, the allele frequency as P, and small a, the allele frequency as Q. Then we can say P square plus 2PQ plus Q square is equal to 1. Then that is an expansion of P plus Q, the whole square is equal to 1. ഇതാണ് Hardy-Weinberg equilibrium പറയുന്നത്. Now if we see, there are certain factors which can change the stability of this population. ഈ പോപ്പുലേഷൻ്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ Hardy-Weinberg equilibrium ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കുറേ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. എന്തൊക്കെയായിരിക്കാം ഈ ഡിസ്റ്റർബൻസ് നമുക്ക് നോക്കാം. Okay, so the allele frequency or Hardy-Weinberg equilibrium can be changed due to certain factors or certain phenomenons. That is nothing but here it has given the gene migration or gene flow. Gene migration or gene flow. The next one, it is genetic drift. Then third one, it has given as mutation. Fourth one, genetic recombination. Fifth one, we can say as natural selection. Okay, ഇനി നമുക്കിത് ഓരോന്നും നോക്കാം. എന്താണ് ജീൻ മൈഗ്രേഷൻ അല്ലെങ്കിൽ ജീൻ ഫ്ലോ, അതേപോലെ തന്നെ ജനറ്റിക് ഡ്രിഫ്റ്റ് എന്താണ്, മ്യൂട്ടേഷൻ എന്താണ്, ജനറ്റിക് റീകോമ്പിനേഷൻ എന്താണ്, ഇതൊക്കെ എന്താന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. സോ ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ, എന്താണ് ജീൻ മൈഗ്രേഷൻ അല്ലെങ്കിൽ ജീൻ ഫ്ലോ എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് അല്ലേ, ആ സ്റ്റേബിൾ ആയിട്ടുള്ള പോപ്പുലേഷനിൽ നിന്ന് ഒരാൾ പോയാൽ that population will miss some allelic frequency of that particular person, right? എന്ന് പറഞ്ഞാൽ emigration നടന്നാൽ they can lose the genetic combination of that particular person, or immigration, ആ പോപ്പുലേഷനിലേക്ക് ഒരു പുതിയ ആൾ വന്നു ചേർന്നാലും ചില അഡീഷണൽ ജീൻസ് അല്ലെങ്കിൽ അഡീഷണൽ allelic frequency നമുക്ക് ആ ഒരു പോപ്പുലേഷനിൽ കിട്ടും അല്ലേ. സോ ദാറ്റ് ഈസ് അനദർ ഡിസ്റ്റർബൻസ്. സോ ജീൻ ഫ്ലോ ഓർ ജീൻ മൈഗ്രേഷൻ ഈസ് നത്തിങ് ബട്ട് ഡ്യൂ ടു emigration and immigration. Emigration, due to that the gene frequency it will be or the genetic composition it will be moving from one population to other population. Immigration, in which this population, the stable population, it will be receiving a new combination of genes that will disturb this genetic equilibrium as P square plus 2PQ plus Q square is equal to 1. Then the next one, it is genetic drift. എന്താണ് genetic drift എന്ന് പറയുന്നത്? The accidental gene flow occurs in between the two small population. രണ്ട് ചെറിയ പോപ്പുലേഷന്റെ ഇടയിലുള്ള ആക്സിഡന്റൽ ജീൻ ഫ്ലോയ്ക്കാണ് നമ്മൾ എന്ത് പറയാ, ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയാം. ഇനി ഞാൻ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിത് 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. അതിന് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ടോപ്പിക്, നമ്മളിവിടെ അതിന് അധികം എക്സ്പ്ലനേഷൻ പറയുന്നില്ല, എന്നാലും അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഒരു ഏരിയയിൽ ഒരു എന്താ പറയുക കുറച്ച് പയറ് ചെടികൾ നിൽക്കണ്ടെന്നിരിക്കട്ടെ. ആ പയറ് ചെടികളുടെ ഇലയിൽ ജീവിക്കുന്ന ചെറിയ ചെറിയ വണ്ട് പോലത്തെ പ്രാണികളുണ്ട്, ചെറിയ ചെറിയ ഇൻസെക്ട്സ്. ആ ഇൻസെക്ട്സ് എങ്ങനെയാന്ന് വെച്ചാൽ അവിടുന്ന് ആ ഇലകളെ തിന്ന് ആ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പോപ്പുലേഷനിൽ അവർക്ക് ഒരുപാട് പറന്ന് ദൂരെ പോകാനും മൈഗ്രേഷൻ നടത്താനൊന്നും പറ്റാത്ത ഓർഗാനിസമാണ്, വളരെ കുഞ്ഞ് ഇൻസെക്ട്സ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓർഗാനിസത്തിൽ നിന്ന് ഇപ്പൊ നമുക്കറിയാം ഒരു പോപ്പുലേഷൻ ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റം ആവുമ്പോൾ അതിനകത്ത് ആ പ്ലാന്റ്സിനെ തിന്ന് ജീവിക്കുന്ന ഈ പറയുന്ന കുഞ്ഞു കുഞ്ഞു വണ്ടുകൾ അല്ലെങ്കിൽ ഇൻസെക്ട്സ് ഉണ്ടാവാം. ഈ ഇൻസെക്ട്സിനെ കൊത്തി തിന്നാൻ വരുന്ന ചിലപ്പോൾ കുറെ കാക്കകൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷികൾ ഉണ്ടാവാം. അപ്പൊ ഈ ഒരു പോപ്പുലേഷനിൽ ജീവിക്കുന്ന ഈ ഒരു ഇൻസെക്റ്റിന് വന്നിട്ട് കുറച്ച് പക്ഷികൾ വന്ന് കൊത്തി തിന്നോണ്ട് പോവാതിരിക്കട്ടെ.
അത് കൊത്തി തിന്നുന്നതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ചുണ്ടി കൂടെ വേറെ ഒരു ഇൻസെക്റ്റ് കയറിയിട്ട് അതിൻ്റെ മേത്ത് എവിടെയെങ്കിലും അതിൻ്റെ ശരീരത്ത് എവിടെയെങ്കിലും കയറി പറ്റിപ്പിടിച്ചിരുന്നു ഇൻസെക്റ്റ് കാക്കയുടെ. പക്ഷെ കാക്കയ്ക്ക് അറിയില്ല അത് അതിൻ്റെ ദേഹത്തുണ്ടെന്ന്. ഈ കാക്ക അവിടുന്ന് പറന്നുപോയി കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ വേറൊരു പയറുതോട്ടമുണ്ട്. ആ പയറുതോട്ടത്തിനകത്ത് ഇതേപോലെ തന്നെ വേറെ പ്രാണികളുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടി വേരിയൻ്റ് ആണ്. ഈ എക്സാക്ട്ലി ഈ ഇൻസെക്റ്റ് അല്ല, കുറച്ചും കൂടെ വേരിയേഷൻ ഉള്ളതാണ്. അത് പറഞ്ഞാൽ അവർ തമ്മിൽ ഇന്റർബ്രീഡിങ് നടത്താനുള്ള ചാൻസസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു പോപ്പുലേഷനിലേക്ക് ഈ ഒരു ഇൻസെക്റ്റ് ചെന്ന് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാക്ക എന്നിട്ട് അടുത്ത പോപ്പുലേഷനിൽ നിന്ന് അവിടെ നിന്ന് ഇൻസെക്റ്റിനെ പിടിച്ചു തിന്നാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുമ്പോൾ ബൈ മിസ്റ്റേക്ക് അവരുടെ മേലിലിരിക്കുന്ന ശരീരത്തിലിരിക്കുന്ന ഈ ഒരു ഇൻസെക്റ്റ് വീണ് പോകാന്നിരിക്കട്ടെ. അപ്പൊ നോക്കിക്കേ, ആ ഒരുപാട് കിലോമീറ്റർ ദൂരമുള്ള ഒരു പയറുതോട്ടത്തിൽ നിന്ന് ഒരു ആക്സിഡന്റലി പിക്ക് ചെയ്യപ്പെട്ട ഒരു ഇൻസെക്റ്റ് വേറൊരു പയറുതോട്ടത്തിൽ, അതും കിലോമീറ്ററുകൾ ദൂരമുള്ള ഒരു പയറുതോട്ടത്തിൽ വന്നിട്ട് ആക്സിഡന്റലി അവിടെ വീണുപോയി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ, ഈ ഒരു ഇൻസെക്റ്റ് ഇപ്പുറത്തുനിന്ന് വന്ന ഇൻസെക്റ്റ് ഈ ഭാഗത്ത് എന്തായി പോവും, ഐസൊലേറ്റ് ആയി പോവും അല്ലെ. പക്ഷെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ അത് ഐസൊലേറ്റ് ആയി പോവും എന്ന് കരുതി വേറെ ഒരു ബ്രീഡിങ് നടത്താതെയോ അല്ലെങ്കിൽ അതിന്റെ മേറ്റിനെ കണ്ടുപിടിക്കാതെയോ ഇരിക്കില്ല. ദേ വിൽ ഫൈൻഡ് ഔട്ട് എ പാർട്ട്ണർ ഫ്രം ദേ. അവരുടെ പാർട്ട്ണറെ അവിടുന്ന് കണ്ടുപിടിക്കും. ദേ വിൽ അണ്ടർഗോ ബ്രീഡിങ് ദേ ആൻഡ് ദേ വിൽ ഡെവലപ്പ് എ ന്യൂ ഓർഗാനിസം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എൻറ്റയർലി ഡിഫറെന്റ് വേരിയന്റ് ആണത്. ഒരു സ്പീഷീസ് തന്നെയാണ്, അവർക്ക് വേണമെങ്കിൽ ബ്രീഡിങ് നടത്താവുന്നേ ഉള്ളൂ. പക്ഷെ സാധാരണ അവർ തമ്മിൽ ബ്രീഡിങ് നടത്താറില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഡിഫറെന്റ് വേരിയൻസ് ആണ്. ഒരു സ്പീഷീസിൽ തന്നെയുള്ള 2 വേരിയൻസ് ആണ്. അപ്പൊ ഈ 2 വേരിയൻസ് തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാവാൻ വളരെ ചാൻസ് കുറവാണ്. ആക്സിഡന്റലി ആണ് അവര് കോണ്ടാക്ട് ഉണ്ടായത്. അതേപോലെ തന്നെ ഒരു ചെറിയ പോപ്പുലേഷനിൽ നിന്ന് ഒരു ഓർഗാനിസം എസ്കേപ്പ് ആയി പോവാന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. വലിയ പോപ്പുലേഷനൊക്കെ ആണെങ്കിൽ എന്താണ്, അവർ ഒരുപാട് ഏരിയയിൽ കാണും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഏരിയയിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് വലിയ ഡിസ്റ്റൻസ് ഒന്നും കാണില്ല. പക്ഷെ ഇവിടെ ഒരു കുഞ്ഞ് ഏരിയയിൽ കാണുന്ന ഒരു പോപ്പുലേഷനാണ്, അടുത്ത ഏരിയയിലും കുഞ്ഞ് ഒരു ഏരിയയിൽ കാണുന്ന പോപ്പുലേഷനാണ്. ഇവിടെ നിന്ന് ആരോ പിക്ക് ചെയ്തുകൊണ്ടുപോയി അവിടെ കൊണ്ട് ഇട്ടതാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ആക്സിഡന്റലി ദേ വിൽ മീറ്റ് each other and they will undergo breeding. അപ്പോൾ 2 ചെറിയ പോപ്പുലേഷന്റെ ഇടയ്ക്ക് ആക്സിഡന്റലി നടക്കുന്ന ഇന്റർ ബ്രീഡിങ് കൊണ്ട് ഉണ്ടാകുന്ന ഓർഗാനിസം ഒന്ന് ആലോചിച്ച് നോക്കിയോ. ഇവിടുന്ന് പോയത് നീല കളർ വണ്ടും ഇവിടെ ഇരുന്ന് ചുമന്ന കളർ വണ്ടും വന്നിരിക്കട്ടെ. അപ്പൊ ഇവര് തമ്മില് ബ്രീഡിങ് നടന്നാൽ ഉണ്ടാകുന്ന ഒരു നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ കോമ്പിനേഷൻ ഓഫ് ദീസ് 2 വേരിയന്റ് സ്പീഷീസ് അല്ലെ, രണ്ട് വേരിയന്റ് ഗ്രൂപ്പ് ഇൻ സിംഗിൾ സ്പീഷീസ്. അതായത് ആ സ്പീഷീസിലുള്ള 2 ഡിഫറെന്റ് ഓർഗാനിസംസ്, അതായത് 2 എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് തമ്മിൽ ബ്രീഡിങ് നടത്തിയാൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങള് ഈ അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും അല്ലെങ്കിൽ കുറേ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കാണിക്കും. അതായത് നീല വണ്ടിനേക്കാൾ ചുമന്ന വണ്ടിനേക്കാൾ ഒക്കെ ഡിഫറൻസ് കാണിക്കും പുതിയ ജനറേഷനിൽ. അപ്പോൾ അതെന്താവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് മേ ലീഡ് ടു ന്യൂ സ്പീഷിയേഷൻ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിങ്ങിന് തന്നെയെങ്കിലും കാരണമാവും അല്ലെ. അപ്പൊ ജനറ്റിക് ഡ്രിഫ്റ്റ് ഇറ്റ് ക്യാൻ ലീഡ് ടു ബ്രാഞ്ചിങ് ഡിസെന്റ് വെരി ഈസിലി അല്ലെങ്കിൽ ബ്രാഞ്ചിങ് പാറ്റേൺ വെരി ഈസിലി. അവർക്ക് പെട്ടെന്ന് പുതിയ ബ്രാഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് വേരിയേഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അത് എവല്യൂഷന് പെട്ടെന്ന് കാരണമാവുകയും ചെയ്യും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഒരു പോപ്പുലേഷനിൽ 2 പോപ്പുലേഷനിലും പെടാത്ത പോലെ നിൽക്കുന്ന ഒരു പുതിയ ഓർഗാനിസം ആയിരിക്കും അവരെ കുഞ്ഞുങ്ങളായിട്ട് ഉണ്ടാവുന്നത് അല്ലെ. അപ്പോൾ ദ ഓർഗാനിസം വിച്ച് വാസ് ടേക്കിംഗ് പാർട്ട് ഇൻ ദ ബ്രീഡിംഗ് ഫ്രം 2 പോപ്പുലേഷൻ, ദോസ് ഓർഗാനിസം വി ക്യാൻ കോൾ ആസ് ഫൗണ്ടർ സ്പീഷീസ്. അതായത് ഒരു പുതിയ ഓർഗാനിസത്തിനെ ഉണ്ടാക്കി കൊടുത്ത ഫൗണ്ടർ സ്പീഷീസ്. ആൻഡ് ദ എഫക്ട് വിച്ച് വാസ് സീൻ ഇൻ ദ ഓസ്പ്രിങ്, അതായത് പുതിയ ഓർഗാനിസം ഉണ്ടായല്ലോ അതിനകത്ത് കാണുന്ന എന്ത് എഫക്റ്റ് ആണോ അതിനെ നമ്മൾ ഫൗണ്ടർ എഫക്റ്റ് എന്ന് പറയും. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ദ ആക്സിഡന്റൽ വേരിയേഷൻ ഇറ്റ് ഒക്കേഴ്സ് ഇൻ ബിറ്റ്വീൻ ദ 2 സ്മോൾ പോപ്പുലേഷൻ. 2 സ്മോൾ പോപ്പുലേഷന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഒരു ആക്സിഡന്റൽ വേരിയേഷനെയാണ് നമ്മൾ ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ജനറ്റിക് ഡ്രിഫ്റ്റ് ഉണ്ടാവാനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഒരു പയറുതോട്ടം, അടുത്ത പയറുതോട്ടം, ഈ പയറുതോട്ടത്തിൽ നിന്ന് ഒരു കാക്ക പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു തരത്തിലുള്ള ഇൻസെക്ട് അടുത്ത പയറുതോട്ടത്തിൽ സെയിം സ്പീഷീസിലുള്ള ഡിഫറെന്റ് വെറൈറ്റി ഇൻസെക്റ്റുമായിട്ട് കോപ്പുലേഷൻ നടക്കുകയും അവർക്കൊരു കുഞ്ഞുണ്ടാവുകയും ചെയ്യുമ്പോൾ ഈ 2 പോപ്പുലേഷനേക്കാൾ വ്യത്യാസമുള്ള ഒരു ഓസ്പ്രിങ് അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 2 പോപ്പുലേഷനിൽ നിന്നും അവർ ബ്രീഡിങ്ങിൽ ടേക്ക് പാർട്ട് ചെയ്ത മദർ ആൻഡ് ഫാദർ പേരൻസ് ആണ്. ആ പേരൻസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കൊണ്ടാണ് അവർക്ക് ആ ഒരു വേരിയേഷൻ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഫൗണ്ടർ
ഫൗണ്ടർ എഫക്റ്റ്, ഫൗണ്ടർ സ്പീഷീസ് എന്ന് പറയാം. ആര്? രണ്ട് പേരൻസിനെ നമ്മൾ ഫൗണ്ടർ സ്പീഷീസ് എന്ന് പറയാം. അതുപോലെ ദ എഫക്ട് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഓസ്പ്രിങ് ദാറ്റ് വി ക്യാൻ കോൾ ആസ് ഫൗണ്ടർ എഫക്റ്റ്. അതിന് നമുക്ക് ഫൗണ്ടർ എഫക്റ്റ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ ജനറ്റിക് ഡ്രിഫ്റ്റ് ഇറ്റ് ലീഡ് ടു വേരിയേഷൻ വെരി ഫാസ്റ്റ് ആൻഡ് ഇറ്റ് ക്യാൻ ലീഡ് ടു ബ്രാഞ്ചിങ് വെരി ഫാസ്റ്റ്. ഓക്കെ, അപ്പോൾ ജനറ്റിക് ഡ്രിഫ്റ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? ജനറ്റിക് ഇക്വിലിബ്രിയത്തിൽ ഡിഫറൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനറ്റിക് ഫൗണ്ടർ സ്പീഷീസ് എന്താണ്, ഫൗണ്ടർ എഫക്റ്റ് എന്താണ്, ജനറ്റിക് ഡ്രിഫ്റ്റ് സ്മോൾ പോപ്പുലേഷനിലാണോ ലാർജ് പോപ്പുലേഷനിലാണോ നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, ആക്സിഡൻ്റൽ ജീൻ ഫ്ലോ ആണ് എന്ത് പറയുക, ജനറ്റിക് ഡ്രിഫ്റ്റ് പറയുക. ഇതൊക്കെ ഓർത്തിരുന്നോളാം കേട്ടോ. ദെൻ ദ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ ഇറ്റ് ലീഡ് ടു change in allele frequency or change in the genetic equilibrium. Weinberg equilibrium. Weinberg equilibrium change ആവാനുള്ള വേറൊരു കാരണമാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. മ്യൂട്ടേഷൻ when it is occurring in a particular population, mutation change the genetic composition. അല്ലേ, ജനറ്റിക് കോമ്പോസിഷൻ ചേഞ്ച് ചെയ്യാൻ കാരണം മ്യൂട്ടേഷൻ പലതരത്തിലുണ്ട്. ചിലപ്പോൾ സൈലന്റ് മ്യൂട്ടേഷൻ ആവാം, ചിലപ്പോൾ നോൺസെൻസ് മ്യൂട്ടേഷൻ ആവാം, ചിലപ്പോൾ എന്താ പറയുക പലതരത്തിലുള്ള മ്യൂട്ടേഷൻസ്, ചിലപ്പോൾ ഹ്യൂജ് മ്യൂട്ടേഷൻ ഒക്കെ ആവാം. അപ്പോൾ അങ്ങനത്തെ മ്യൂട്ടേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അലീലി ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാനൊരു സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ജനറ്റിക് റീകോമ്പിനേഷൻ. ജനറ്റിക് റീകോമ്പിനേഷൻ ദാറ്റ് ഓൾസോ ലീഡ് ടു വേരിയേഷൻ. വേരിയേഷൻ വന്നാൽ അവിടെ ഒരു ചാൻസ് ഉണ്ട് എന്തിന്, ഒരു അലീലി ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ജനറ്റിക് റീകോമ്പിനേഷൻ ഓൾസോ it can lead to change in allelic Weinberg equilibrium. Okay, recombination എന്ന് പറയുന്നത് എന്താ ശരിക്കും പറഞ്ഞാൽ, when a new cell is formed due to meiotic division, in meiotic division when the recombination it occurs, there is crossing over. When there is crossing over occur, there can be a new combination of the genes can be produced. അതാണ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ റീകോമ്പിനേഷൻ പ്രോസസ് കൊണ്ടും എന്ത് ചേഞ്ച് ആവാം, Weinberg equilibrium ചേഞ്ച് ആവാം. ഇനി അടുത്തതെന്ന് പറയുന്നത് നാച്ചുറൽ സെലക്ഷൻ ആണ്. സോ ഹിയർ വി സേ ഇഫ് എനി അഡ്വേഴ്സ് കണ്ടീഷൻ ഹാപ്പൻ ഇൻ ദ ക്ലൈമാറ്റ് ഓർ ഇൻ ദ ഹാബിറ്റാറ്റ്, അവർ ജീവിക്കുന്ന ഹാബിറ്റാറ്റിൽ എന്തെങ്കിലും ഒരു അഡ്വേഴ്സ് കണ്ടീഷൻ വന്നാൽ ദാറ്റ് ക്യാൻ ലീഡ് ടു സെലക്ടിങ് സർട്ടൻ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. ചില ഗ്രൂപ്പ് ഓർഗാനിസത്തിനെ സെലക്ട് ചെയ്യാനും ചില ഗ്രൂപ്പ് ഓർഗാനിസം എലിമിനേറ്റ് ആയി പോകാനും ചാൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഈ ഇൻഡസ്ട്രിയൽ മെലാനിസം വന്നപ്പോൾ കുറെ മോത്ത്, അതായത് വൈറ്റ് കളറും ഡാർക്ക് കളർ മോത്തും ഉണ്ടായിരുന്നു. ഇൻഡസ്ട്രിയൽ മെലാനിസം വരുന്നതിന് മുമ്പ് നേച്ചർ സെലക്ട് ചെയ്ത മോത്ത് എന്ന് പറയുന്നത് വൈറ്റ് മോത്തായിരുന്നു. ഇൻഡസ്ട്രിയൽ മെലാനിസം വന്നതിന് ശേഷം നേച്ചർ സെലക്ട് ചെയ്ത മോത്ത് എന്ന് പറയുന്നത് ബ്രൗൺ കളർ മോത്തായിരുന്നു. അപ്പൊ ആ അലീലി ഫ്രീക്വൻസി ഇറ്റ് ഈസ് ചേഞ്ചിങ് അക്കോർഡിംഗ് ടു ദ ക്ലൈമാറ്റിക് ചേഞ്ചസ് അല്ലേ. അപ്പൊ അങ്ങനത്തെ നാച്ചുറൽ സെലക്ഷൻ കൊണ്ട് എന്തുണ്ടാവുക, ഈ Weinberg equilibrium ചേഞ്ച് ആവുക. അതിന്റെ ഗ്രാഫാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. സോ ഹിയർ വി ക്യാൻ the natural selection it may lead to selecting the stabilizing population or the medium population. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഗ്രാഫ് വരച്ചു വെക്കുകയാണ് കേട്ടോ. സോ ഹിയർ ഇവിടെ വളരെ ചെറിയ സൈസ് ഓർഗാനിസംസ്, ഇത് സ്മോൾ സൈസ് ഓർഗാനിസത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ ഇവിടെ പറയുന്നത് എക്സാമ്പിൾ വെച്ച് പറയുന്നത് ഞാൻ സൈസ് ഓഫ് ദ ഓർഗാനിസം വെച്ചിട്ടാണ് പറയുന്നത്. അതായത് ഒരു പോപ്പുലേഷനിൽ ഒരു സ്പീഷീസ് ഓർഗാനിസത്തിൽ തന്നെ വലിയ ഓർഗാനിസം ഉണ്ടാവാം, ചെറിയ ഓർഗാനിസം ഉണ്ടാവാം, മീഡിയം സൈസ്ഡ് ഓർഗാനിസംസ് ഉണ്ടാവാം. അത് വെച്ചിട്ടാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. സോ ഹിയർ this is medium sized organisms, this is large sized organism. Okay, ഇത് സൈസ് ആണ്. അതേപോലെ തന്നെ the number of organism, okay, ini we can see there are the nature which may select stabilized population or the stable population or the medium sized organism. Adu ennu parnal the organism which is present in the medium size will be able to survive, and the organism which is present in both the end, ചെറിയ organism survive ചെയ്യില്ല, വലിയ ഓർഗാനിസം സർവൈവ് ചെയ്യില്ല. അത് എന്തുകൊണ്ടായിരിക്കാം നേച്ചർ അങ്ങനെ സെലക്ട് ചെയ്യുന്നത്? ഒരു നേച്ചറിന് കുറേ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഉണ്ടാവും അല്ലെ. നമ്മൾ ജീവിക്കുന്ന ക്ലൈമാറ്റിക് കണ്ടീഷൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഹാബിറ്റാറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. സോ ഹിയർ ഐ എം സെയിങ് സം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആസ്. ഇവിടെ ഈ ചെറിയ ഓർഗാനിസം ഉണ്ടല്ലോ, ചെറിയ ഓർഗാനിസത്തിനെ വലിയ ഓർഗാനിസം പിടിച്ച് തിന്നാനുള്ള ചാൻസസ് കൂടുതലാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ. ഇപ്പോൾ
എന്താ പറയുക, ചെറിയ ഓർഗാനിസത്തിനെ വലിയ ഓർഗാനിസംസ് അല്ലെങ്കിൽ മീഡിയം സൈസ്ഡ് ഓർഗാനിസംസ് പിടിച്ചു തിന്നാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലെങ്കിൽ പ്രഡേഷൻ ചാൻസ് ഇതിന്റെ മേലെ കൂടുതലാണ്. അങ്ങനെയാവുമ്പോൾ എന്താവും, ഈ മീഡിയം സൈസ്ഡ് ഓർഗാനിസം അല്ലെങ്കിൽ ലാർജ് സൈസ്ഡ് ഓർഗാനിസം ഇവരെ പോയി പിടിച്ചു തിന്നും കേട്ടോ. പക്ഷെ ഈ ലാർജ് ഓർഗാനിസത്തിന് മീഡിയം സൈസ്ഡ് ഓർഗാനിസത്തിന് തിന്നാൻ പറ്റില്ല. ഈ ഓർഗാനിസം അതായത് ഹാബിറ്റാറ്റിൽ നിന്ന് കിട്ടുന്ന പ്ലാന്റ് വെറൈറ്റീസും അതുപോലെ തന്നെ വേറൊരു ഓർഗാനിസത്തിനെയും പിടിച്ചു തിന്ന് ജീവിക്കുന്ന 2 തരത്തിലുള്ള ഫുഡ് ഹാബിറ്റും കാണിക്കുന്ന ഓർഗാനിസം എന്നിരിക്കട്ടെ. അതായത് പച്ചക്കറിയും തിന്നും അതേപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ ഫുഡും തിന്നുന്നിരിക്കട്ടെ. അപ്പൊ ഇതിനകത്ത് ഈ ചെറിയ സൈസ് ഓർഗാനിസത്തിന്, ഈ മീഡിയം സൈസ് ഓർഗാനിസം പിടിച്ചു തിന്ന ചെറിയ സൈസ് ഓർഗാനിസത്തിന്റെ നമ്പർ ഇങ്ങോട്ട് പോവും, കുറഞ്ഞു പോവും അല്ലെ. ഈ വലിയ സൈസ് ഓർഗാനിസം it will not be able to predate on this medium sized organism. വലിയ ഓർഗാനിസത്തിന് മീഡിയം സൈസ്ഡ് ഓർഗാനിസത്തിൽ പ്രെഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവർക്ക് ഇതിനെയും തിന്നാൻ പറ്റും, അതുപോലെ തന്നെ വെജിറ്റേറിയൻ ഫുഡും കഴിക്കാൻ പറ്റും. അപ്പൊ ഈ വലിയ സൈസ്ഡ് ഓർഗാനിസത്തിന് എന്ത് മാത്രമേ തിന്നാൻ പറ്റുള്ളൂ, ഈ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ തിന്നാൻ പറ്റുള്ളൂ. ഈ മീഡിയം സൈസ്ഡ് ഓർഗാനിസത്തിന് 2 പോസിബിലിറ്റി ഉണ്ട്. എന്താണ്, ഒന്ന് നോൺ വെജിറ്റേറിയൻ ഫുഡും ഒന്ന് വെജിറ്റേറിയൻ ഫുഡുമാണ്. ഈ നോൺ വെജിറ്റേറിയൻ ഫുഡിലെ മീഡിയം സൈസ്ഡ് ഈ ചെറിയ ഓർഗാനിസത്തിന് മുഴുവൻ തിന്ന് തീർത്തോണ്ടിരിക്കുക. അപ്പൊ എന്താവും, ലാർജ് ഓർഗാനിസത്തിന് അതിന് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ ലാർജ് ഓർഗാനിസം ഹെർബിവോർ ആയിട്ട് അവര് പ്ലാന്റ്സിനെ ആക്സസ് ചെയ്യാന്ന് വെച്ചപ്പോൾ ഇവരുടെ നമ്പർ ഇങ്ങനെ കൂടി വരുന്നതുകൊണ്ട് പ്ലാന്റ്സിനെയും കിട്ടുന്നില്ല. കാരണം മീഡിയം സൈസ്ഡ് ഓർഗാനിസം ഈസ് ഗ്രാബിംഗ് ദാറ്റ് ഓൾസോ. അതായത് മീഡിയം സൈസ്ഡ് ഓർഗാനിസം ആ വെജിറ്റേറിയൻ ഫുഡും തിന്നുക എന്ന് പറഞ്ഞാൽ ദ നേച്ചർ ഈസ് നോട്ട് അലവിംഗ് ദ ഗ്രോത്ത് ഓഫ് ദ സ്മോൾ സൈസ്ഡ് ഓർഗാനിസം ആൻഡ് ബിഗ് സൈസ്ഡ് ഓർഗാനിസം. സോ ദേ ആർ സെലക്ടിങ് ഓൺലി ദ മീഡിയം സൈസ്ഡ് ഓർഗാനിസം ബിക്കോസ് medium sized organism is able to compete in front of this small sized and large sized organism in the nature. ആ നേച്ചറിൽ അവരുടെ ഫീഡിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഫുഡിന് വേണ്ടിയിട്ട് മീഡിയം സൈസ്ഡ് ഓർഗാനിസത്തിന് നന്നായി കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ടെന്നിരിക്കട്ടെ. അപ്പൊ മീഡിയം സൈസ്ഡ് ഓർഗാനിസം ആയിരിക്കും എന്ത് ചെയ്യുക, സെലക്ട് ആയി പോവുക. ഓക്കെ, സോ ദിസ് ഈസ് വൺ എക്സാമ്പിൾ ഫോർ ദിസ് സ്റ്റെബിലൈസിങ് പോപ്പുലേഷൻ. ഞാനിവിടെ പറഞ്ഞ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ക്യാരക്ടർ അങ്ങിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോ സൈസ് ആവാം, വേറെ എന്തെങ്കിലും ആവാം. ഓക്കെ, ഇത് എന്താണെങ്കിലും അതിന് ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ മാത്രം നേച്ചർ സെലക്ട് ചെയ്യുമ്പോൾ എന്താ, ആ ഹാഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം ഗെറ്റ് ചേഞ്ച്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ p² + 2pq + q² = 1. അവിടെ p² ഈസ് ഡോമിനന്റ് കണ്ടീഷൻ, q² ഈസ് റിസസീവ് കണ്ടീഷൻ. അപ്പൊ ഇവിടെ വലിയ ഓർഗാനിസത്തിന് നമ്മൾ ഡോമിനന്റ് കണ്ടീഷനും ചെറിയ ഓർഗാനിസത്തിന് നമ്മൾ റിസസീവ് കണ്ടീഷനും ആയിട്ട് എടുത്താൽ ഇവിടെ ഉള്ളത് ഏതാണ്, ദ ഹെട്രോസൈഗസ് വെറൈറ്റീസ് ആണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ നമ്മൾ p² ഉം q² ആനുപാതികമായിട്ട് കൂടുന്നുണ്ടാവില്ല, അത് കുറഞ്ഞു പോകും. പക്ഷെ pq എങ്ങനെയാവും, കൂടിപ്പോവും, അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്മോൾ കണ്ടീഷൻ കൂടിപ്പോവും. അപ്പൊ അലീലി ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തില്ലേ. ദാറ്റ് ഈസ് വൺ എക്സാമ്പിൾ ഫോർ ദിസ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ഡയറക്ഷണൽ സെലക്ഷൻ. ഡയറക്ഷണൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുപോലെ ചെറിയ ഓർഗാനിസം സെലക്ട് ചെയ്യും അല്ലെങ്കിൽ വലിയ ഓർഗാനിസം ആയിരിക്കും സെലക്ട് ചെയ്യുക. See here, this is small sized organism. If they are getting selecting in this place, in these two group of organisms, they are not able to survive. എന്ന് പറഞ്ഞാൽ എന്താ, റിസസീവ് കണ്ടീഷനിലുള്ള ഓർഗാനിസം സെലക്ട് ചെയ്യപ്പെടും. അതിന് ഞാനൊരു എക്സാമ്പിൾ, ഈ പറയുന്ന ഫീഡിങ് ഹാബിറ്റ് വെച്ച് തന്നെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടെ വലിയ ഓർഗാനിസം ഉണ്ട്, ചെറിയ ഓർഗാനിസം ഉണ്ട്, മീഡിയം സൈസ്ഡ് ഓർഗാനിസം ഉണ്ട് ഇരിക്കട്ടെ. അതിനകത്ത് മീഡിയം സൈസ്ഡ് ഓർഗാനിസത്തിനും വലിയ ഓർഗാനിസത്തിനും ഒരുപാട് ഫുഡ് വേണം. അവർ ഒരുപാട് ഫുഡ് ഉണ്ടെങ്കിലേ സർവൈവ് ചെയ്യുള്ളൂ. പക്ഷെ ചെറിയ ഓർഗാനിസത്തിന് വളരെ കുറച്ച് ഫുഡ് മതി. അവിടെ ഫുഡ് സ്കാർസിറ്റി എങ്ങാനും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ചെറിയ ഓർഗാനിസം വളരെ കുറച്ച് ഫുഡ് തിന്നുകൊണ്ട് അവരെങ്ങനെയെങ്കിലും നിലനിൽക്കാൻ നോക്കും. പക്ഷെ മീഡിയം സൈസ്ഡ് ഓർഗാനിസവും അതുപോലെ വലിയ ഓർഗാനിസം എങ്ങനെയാവും, സ്റ്റാർവ് ചെയ്യും, അവർ ചത്തുപോവുകയും ചെയ്യും. ദിസ് ഈസ് വൺ കൈൻഡ് ഓഫ് ഡയറക്ഷണൽ സെലക്ഷൻ. ഡയറക്ഷണൽ സെലക്ഷൻ, ദേ ആർ ഡയറക്റ്റിംഗ് ടുവേർഡ്സ് എനി ഓഫ് ദ എക്സ്ട്രീം എൻഡ്. അതായത് മീഡിയം സൈസ് അല്ലാതെ സ്മോൾ സൈസോ ലാർജ് സൈസോ സെലക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഡയറക്ഷണൽ സെലക്ഷൻ അല്ലെങ്കിൽ ഡയറക്ഷണൽ സെലക്ഷൻ ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ അടുത്ത ഗ്രാഫിൽ നോക്കിക്കേ, ഇത് ഇങ്ങോട്ടാണ് സെലക്ട് ചെയ്യുന്നതെന്നിരിക്കട്ടെ. അതായത് വലിയ ഓർഗാനിസം സെലക്ട് ചെയ്യുകയും മീഡിയം സൈസ്ഡും സ്മോൾ സൈസ്ഡും ഓർഗാനിസം ചത്തുപോവുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാന്ന് വെച്ചാൽ, ദ നേച്ചർ ഈസ് സപ്പോർട്ടിംഗ് ദ ഗ്രോത്ത് ഓഫ് ദ ഡോമിനന്റ് ഹോമോസൈഗസ് കണ്ടീഷൻ. It is not supporting the growth of heterozygous as well as the recessive homozygous condition. എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ, ബെസ്റ്റ് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക്
ബെസ്റ്റ് എക്സാമ്പിൾ എന്നല്ല, നമുക്ക് മനസ്സിലാവാൻ ഈസി ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. സീ ഹിയർ, ഈ ലാർജ് സൈസ്ഡ് ഓർഗാനിസം മാത്രം സെലക്ട് ചെയ്യും ബിക്കോസ് ലാർജ് സൈസ്ഡ് ഓർഗാനിസം predate on the small sized organism as well as the medium sized organism. അതായത് മീഡിയം സൈസ്ഡ് ഓർഗാനിസത്തിനെയും സ്മോൾ സൈസ്ഡ് ഓർഗാനിസത്തിനെയും തിന്ന് ജീവിക്കാൻ ആരെ കൊണ്ട് പറ്റും? വലിയ ഓർഗാനിസത്തിന് പറ്റും. അതുകൊണ്ട് തന്നെ വലിയ ഓർഗാനിസം സെലക്ട് ആവും, ബാക്കി രണ്ടും എലിമിനേറ്റ് ആയി പോവുകയും ചെയ്യും. അപ്പോഴും ജീനിക് ഫ്രീക്വൻസി വിൽ ഗെറ്റ് ചേഞ്ച്. This both are called as directional selection. ഇനി next one we can say that is the disruptional selection. Disruptional selection എന്ന് പറഞ്ഞാല് or disruptive selection. Disruptive selection എന്ന് പറഞ്ഞാല് ചെറിയ ഓർഗാനിസം സെലക്ട് ആവും, വലിയ ഓർഗാനിസം സെലക്ട് ആവും. പക്ഷെ മീഡിയം സൈസ്ഡ് ഓർഗാനിസം they will not be able to survive. മീഡിയം സൈസ്ഡ് ഓർഗാനിസം വിൽ നോട്ട് ബി ഏബിൾ ടു സർവൈവ്. അതായത് എന്താണ്, ഹോമോസൈഗസ് ഡോമിനന്റ് കണ്ടീഷനും ഹോമോസൈഗസ് റിസസീവ് കണ്ടീഷനും നേച്ചർ സെലക്ട് ചെയ്യും, പക്ഷെ ഹെട്രോസൈഗസ് കണ്ടീഷൻ നേച്ചർ സെലക്ട് ചെയ്യില്ല. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇഫ് ദീസ് ഓർഗാനിസംസ് ആർ കോഡ് ബൈ ദ പ്രെഡേറ്റേഴ്സ്, അതായത് വേറൊരു പ്രെഡേറ്റർ വന്ന് ഇതിനെ തിന്നാന്നിരിക്കട്ടെ, ഈ ഗ്രൂപ്പിൽ തന്നെ ഉള്ളതല്ല, വേറൊരു പ്രെഡേറ്റർ വന്ന് തിന്നാണ്. ആ തിന്നുന്ന സമയത്ത് ഈ പറയുന്ന കുഞ്ഞു ഓർഗാനിസത്തിന് ആ പ്രെഡേറ്ററിനെ കാണാൻ പറ്റില്ല, അത്ര ചെറുതാണ് കുഞ്ഞു ഓർഗാനിസം. ഈ വലുതോ അതിനെ പിടിച്ച് തിന്നാ പ്രെഡേറ്ററിന് ഇട്ട് പേടിയാണ്. പിന്നെ ആകെ ഉള്ളത് എന്താണ്, ആക്സസ് ചെയ്യാൻ പറ്റിയത് പ്രെഡേറ്ററിന് ആ മീഡിയം സൈസ്ഡ് ഓർഗാനിസം. മീഡിയം സൈസ്ഡ് ഓർഗാനിസത്തിന്റെ നമ്പർ പതുക്കെ കുറഞ്ഞു വരാൻ തുടങ്ങും. സോ അക്കോർഡിംഗ് ടു ദ പ്രെഡേറ്റർ ദാറ്റ് ദ മീഡിയം സൈസ്ഡ് ഓർഗാനിസം വിൽ ബി സ്ലോലി എലിമിനേറ്റഡ് ഫ്രം ദ നേച്ചർ ഓർ ദ heterozygous condition will be slowly eliminated. That is called as the disruptive selection. Disruptive selection, directional selection, stabilizing population. ഇത് മൂന്നും ഓർത്തിരുന്നുള്ള. ഇതും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാറുള്ളതുമാണ് കേട്ടോ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയം. ഓക്കെ, ഇനി നമുക്ക് എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് എവല്യൂഷൻ, അതായത് ഓരോ ഓർഗാനിസം എങ്ങനെയാണ് ഏതൊക്കെ കാലയളവിലാണ് എവല്യൂഷൻ നടന്നതെന്നാണ് നമ്മൾ അടുത്ത സെഷനിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ.